ഈ യാത്ര ഒരു തിരിച്ചുപോക്കാണ്. കെട്ടുപാടുകളുടെ ആവരണങ്ങൾ അഴിച്ചുകൊണ്ടുള്ള പ്രയാണം. ഒരമ്മയുടെ കണ്ണീരിൻ്റെ അലയടികളിലൂടെയാണ് ഞാൻ എന്ന മാധ്യമപ്രവർത്തകൻ്റെ പ്രഥമ ദൗത്യം ഇന്നലെ ആരംഭിച്ചത്. അവസാനം ഞാനൊന്ന് ചോദിച്ചോട്ടെ, കടവിൽ നിന്ന് കിട്ടിയൊരു ചെരുപ്പ്, അത് മാത്രം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൂ. നീന്തൽ വിദഗ്ധർ കഴിഞ്ഞ 3 ദിവസം ഡാമിൻ്റെ ഷട്ടർ അടച്ച് അന്വേഷണവും നടത്തി. ആരെയെങ്കിലും സംശയിക്കുന്നൊന്നല്ലേ? അതെ. ആരെയാ സംശയിക്കേണ്ടതെന്ന് ഒരുപാട് ആലോചിച്ചു. അറിയില്ല, ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. എല്ലാവരും മേഘയ്ക്ക് ചേട്ടന്മാരും ചേച്ചിമാരുമാ. ജോയലിന് പനിയാണെന്ന് ആനിച്ചേച്ചി പറഞ്ഞപ്പോൾ പനിക്കൂർക്ക പൊട്ടിച്ചു കൊടുക്കാനും സേറയ്ക്ക് കണ്ണെഴുതാനും ഒന്നും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല. ഒരു മാലാഖയെ പോലെ എൻ്റെ കുട്ടി പാറി നടക്കായിരുന്നു. എന്നിട്ട് ഒന്നും പറയാതെ അവൾ അങ്ങ് പോയി. മേഘയുടെ തിരോധാനം ആ അമ്മയ്ക്കുണ്ടാക്കിയേക്കാവുന്ന മനോവേദന എനിക്ക് അളക്കാം. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ വേദന എന്നിലൂടെ കടന്നുപോയതാണ്. പത്രക്കുറിപ്പിൽ ഞാൻ ഇന്നലെ കണ്ട വാർത്തയും കേരള സമൂഹത്തെ കണ്ണീരിലാഴ്ത്തിയ മേഘ എന്ന 7 വയസ്സുകാരുടെ തിരോധനം സ്വപ്നത്തിൽ ഞാൻ കണ്ട കാഴ്ചയും കൂട്ടി വായിക്കപ്പെടേണ്ടതാണ്. അറിയില്ല എങ്കിൽ പിന്നെ അവ എന്തിനാണ് എന്നെ വേട്ടയാടുന്നത്? ഈ യാത്ര കണ്ണനിൽ നിന്ന് ആരംഭിക്കേണ്ടതാണെന്ന് ആരോ എന്നെ പ്രേരിപ്പിക്കുന്നു. ഓർമ്മകളുടെ ആഴങ്ങളിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന അവൻ്റെ മുഖമാണ്. ഒരു പ്രഹേളികയായി ഞാൻ കാണുന്ന അവൻ്റെ തിരോധാനം അനിവാര്യമായി ഈ യാത്രയ്ക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന പ്രജ്ഞ ആരുടേതാണ്? മൂർത്തി സാർ എന്നെ ഏൽപ്പിച്ച ആദ്യ ദൗത്യം എൻ്റെ ജീവിതത്തിലെ പൊള്ളുന്ന അനുഭവത്തിൻ്റെ സ്മരണയാണെന്നത് യാദൃച്ഛികം മാത്രമല്ല, മറിച്ച് എൻ്റെ യഥാർത്ഥ ദൗത്യത്തിലേക്കുള്ള ചൂണ്ടുവലകയാണ്. ഈ യാത്ര ഒരു തീർപ്പ് കൽപ്പിക്കലാണ്. എൻ്റെ കണ്ണൻ എനിക്ക് തന്ന സ്മരണകളുടെ തീർപ്പ് കൽപ്പിക്കൽ. കണ്ണൻ ഒരു പ്രതീകമാണ്, എന്നിലെ സത്വം അടയാളപ്പെടുത്തുന്ന പ്രതീകം. കാലത്തിൻ്റെ വേഗതയിൽ ദിശ മാറി സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട എനിക്ക് എൻ്റെ മനസ്സിൻ്റെ കാലചക്രത്തെ പിറകോട്ട് ചലിപ്പിക്കാൻ അവൻ തന്ന സ്മരണകൾ എത്രയോ ദീപ്തം. ചിത്രം പോലെ ഒളിമങ്ങിയ നാളം പോലെ എവിടെ നീ മറയുന്നു സത്യമേ. നിഴൽ ചിത്രം പോലെ ഒളിമങ്ങിയ നാളം പോലെ എവിടെ നീ മറയുന്നു സത്യമേ. ഹലോ ജേക്കബ് സാറേ, ശിവനാണ്, ഇന്ത്യ ടുഡേ. സാറേ, ചീയപ്പാറ കേസിന്റെ കുഴിയുടെ ആഴം, പൊസിഷൻ, ഇതിൽ നിന്നെല്ലാം ഇതൊരു കൊലപാതകമാണ് വ്യക്തം. ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ. 20 കൊല്ലം മുമ്പ് എല്ലാം മിസ്സിംഗ് കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കൃത്യമായ മേൽവിലാസമോ തിരിച്ചറിയകളോ ഇല്ലാത്തവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും. അത് മാത്രമല്ല, അന്നത്തെ പല കേസ് ഫയലുകളും മിസ്സിംഗുമാണ്. ഓക്കെ സാർ, ഓക്കെ, ഞാൻ ഓൺ ദി വേ ആണ്. ഓക്കെ സാർ. ചിത്രം പോലെ ഒളിമങ്ങിയ നാളം പോലെ എവിടെ നീ മറയുന്നു
ചിത്രം പോലെ ഒളിമങ്ങിയ നാളം പോലെ എവിടെ നീ മറയുന്നു സത്യമേ ഒരു മിന്നലോർമ്മയിലെങ്ങോ തെളിയുന്നൊരു മങ്ങിയ ചിത്രം ഒരു സ്വപ്നമകലെങ്ങോ മായവേ നീ ഇന്നെൻ പാതയിൽ മരീചിക നീ ഇന്നെൻ പാതയിൽ മരീചിക തെളിയാനിഴൽ ചിത്രം പോലെ ഒളിമങ്ങിയ നാളം പോലെ എവിടെ നീ മറയുന്നു സത്യമേ ആയുധീതാ ചെറുമിന്നാമിന്നി ൂരിരുളതു നിറയുമൊരടവിൽ നേരിടാ ആയുധീതാ ചെറുമിന്നാമിന്നി ൂരിരുളതു നിറയുമൊരടവിൽ നേരിടാ ദൈവങ്ങൾക്ക് പോലും വേണ്ടാത്ത അനാഥ പ്രേതങ്ങളാ. ആദ്യം കണ്ണൻ, പിന്നെ എൻ്റെ ജാനു, ഇപ്പോ തിരുതലക്കാട്ട് ഭഗവതിയുടെ ശാപ. അത് കൊണ്ടേ പോകൂ. ചികിത്സിപ്പിച്ചില്ലേ അച്ഛാ? കയറിറങ്ങാത്ത ആശുപത്രിയില്ല. ആശുപത്രിക്കാർക്ക് പോലും അറിയില്ല എന്താ അസുഖം അത്. ഒടുവിൽ ഏതോ വലിയ ആശുപത്രിക്കാർ പറയാ ഇതധികം ആർക്കും വരാത്ത രോഗം അത്, ഇതിന് മരുന്നില്ലാന്ന്. വേണ്ട, മരുന്നും മന്ത്രവാദവും ഒന്നും വേണ്ട. എനിക്കാവുന്നുള്ളിടത്ത കാലം എൻ്റെ മോനെ ഞാൻ നോക്കൂ. അനാഥക്കുട്ടിയായിട്ടല്ല, എൻ്റെ സ്വന്തം ചോരയായിട്ടാ ഇതുവരെ നോക്കിയ. ഇനിയും അതിനുള്ള ശക്തി തരണേ തിരുതലക്കാട്ട് ഭഗവതി. എന്റെ മോനെ കാണുന്നതിന് മുമ്പ് ഈ ഉള്ളവരെടുത്തേക്കല്ലേ. ഞാൻ കണ്ണൻ്റെ ശിവനാച്ചാ. കണ്ണന്റെ ശിവന, കണ്ണന്റെ ശിവന, കണ്ണന്റെ ശിവന.
കളിയായി കണ്ട കാഴ്ചകൾക്ക് ആർജിച്ച അറിവുകൾ പുതിയ നിഗമനങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ ബാലേട്ടൻ ഒരു മനോരോഗിയായിരുന്നു. സ്വകാര്യതയിൽ വികലമായ സ്ത്രൈണത ആവാഹിക്കുന്ന മനോവൈകല്യത്തിൻ്റെ അപൂർവയിര. ദൈവമേ, ഏത് നിയോഗത്തിൻ്റെ പ്രേരണയാണെന്ന് പറഞ്ഞാലും ഒരു മാംസപിണ്ഡമായി ജീർണിക്കുന്ന ഈ മനുഷ്യനോട് ഈ ചോദ്യം ചോദിച്ചാൽ മാപ്പില്ലെന്നറിയാം. എങ്കിലും എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്ന പരമാത്മശക്തിയെ ഓർത്ത്, നിങ്ങളല്ലേ ബാലേട്ട എൻ്റെ കണ്ണനെ കൊന്നത്? ബാലേട്ടാ, ദൈവങ്ങൾ വിധി തീർപ്പ് കൽപ്പിച്ച ഒരു മഹായാഗത്തിന്റെ ബാക്കിപത്രമാണ് ബാലൻ. ന്യായവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നിമിത്തങ്ങൾ നേർവഴി കാട്ടിയെങ്കിലും ഈ സത്യം എന്നിലൂടെ തീരണം. സംരക്ഷണമാണ് ഈ ആയുസിന്റെ നിയോഗം, കണ്ണന്റെ പരിത്രാണം. ചിത്രം പോലെ ഒളിമങ്ങിയ നാളം പോലെ എവിടെ നീ മറയുന്നു സത്യമേ.